പാലക്കാട്ടെ നെല്ല് സംഭരണത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ. സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിച്ച് കർഷകർക്ക് ഒരാഴ്ചയ്ക്കകം തുക കൈമാറാൻ തീരുമാനമായി. 31 സഹകരണ സംഘങ്ങളാണ് പാലക്കാട്ട് നെല്ലെടുപ്പിന് തയ്യാറായത്. മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രി വി എൻ വാസവൻ, എം പി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളുമായി ഇവർ നടത്തിയ ചർച്ചയിലാണ് നിർണായകമായ ഈ തീരുമാനമെടുത്തത്. സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരണം വരും വർഷങ്ങളിലും തുടരാനാണ് സർക്കാരിന്റെ ആലോചന. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ ബാങ്ക് നെല്ല് സംഭരിച്ച് മില്ലുമായി ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്നൊരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരുന്നു. അത് വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റു സംഘങ്ങൾ കൂടി ഇതിന് തയ്യാറാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. നല്ല രൂപത്തിൽ സമ്പത്തുള്ളതും ശേഷിയുള്ളതുമായ ബാങ്കുകൾ നേരിട്ട് മില്ലുകാരുമായി ബന്ധപ്പെട്ടത് കൊടുക്കാനും ആ മില്ലുകാർ ഇത് അരിയാക്കി കഴിഞ്ഞാൽ തിരിച്ച അരി സപ്ലൈകോ ഏറ്റെടുക്കാനും തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ഇത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആ സബ് കമ്മിറ്റി ഇപ്പം തന്നെ യോഗം ചേർന്ന് ഈ ജില്ലയിൽ എവിടെയൊക്കെയാണ് സൗകര്യപ്രദമായ ഗോഡൌണുകൾ നെല്ല് സംഭരിച്ചു വയ്ക്കാനുള്ളതെന്ന് കണ്ടെത്തി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഗോഡൌൺ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇവിടെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സംഘങ്ങൾ അതനുസരിച്ച് നെല്ല് സംഭരിച്ച് ഗോഡൌണിലേക്ക് മാറ്റി മില്ലുകാരുമായി ധാരണയുണ്ടാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഇന്ന് രൂപം നൽകി. സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് നെല്ല് സംഭരണം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ച് നെൽ കർഷകർ. സംഭരണ തുക ഒരാഴ്ചയ്ക്കകം നൽകുമെന്നത് സർക്കാർ തെളിയിച്ചാൽ സന്തോഷമെന്നും കർഷകർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അങ്ങനെ എടുക്കുന്ന പക്ഷം ഒരാഴ്ചക്കകം പണം കിട്ടും എന്നുള്ളത് ഉറപ്പ് വേണം നമ്മൾ. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നെല്ലെല്ലാം എടുത്തിട്ട് പോകും, പിന്നെ ഒരാഴ്ച 2 ആഴ്ച എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ശരിയല്ല. കർഷകർക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടുന്ന സംവിധാനം തന്നെയാണിത്. സഹകരണ ബാങ്കിൽ പണമുണ്ട്, പക്ഷേ ആ സഹകരണ ബാങ്കിനെ ഉപയോഗിച്ച് അവസാനം അവൻ്റെ നഷ്ടത്തിലാക്കി. ഇപ്പോൾ മുൻകാലങ്ങളിൽ തന്നെ കേരള ബാങ്കിന് ഒട്ടനവധി കോടികളുടെ ബാധ്യതയുണ്ട്. അതിന് സഹകരണ പ്രാദേശിക ബാങ്കുകളിലേക്ക് കൂടി വ്യാപിക്കാൻ പോകും. ഇനിയിപ്പോൾ ഇവരടുത്ത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ പൈസ കിട്ടുമെന്ന് പറയുന്നത് ഞങ്ങൾ പരീക്ഷിക്കാൻ നോക്കുക, അല്ലാതെ കൃഷിക്കാരനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കുന്നത്. കർഷകർക്ക് നെല്ലളന്ന ഉടൻ പൈസ കിട്ടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ എണ്ണമാരുള്ള കർഷകനെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, ഗുഡ് ഈവനിങ്. കർഷകർക്ക് തുക എപ്പോൾ കയ്യിൽ കിട്ടും, അതാണ് അറിയേണ്ടത്. 31 സഹകരണ സംഘങ്ങൾ രംഗത്ത് വന്നത്, നെല്ലെടുപ്പിന് തയ്യാറാകാനായിട്ടുള്ള തീരുമാനം, അത് കർഷകർ വളരെ പോസിറ്റീവായല്ലേ കാണുന്നത്? പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ലേ? സുജിയ, ഈ മില്ലുകാരുടെ കടുംപിടുത്തം കാരണം സംസ്ഥാനത്തെ നെല്ല് സംഭരണം ആകെ താറുമാറായിരുന്നു. സർക്കാർ തന്നെ വലിയ രീതിയിൽ നെൽകർഷകരോട് ഇനി എന്തുത്തരം പറയുമെന്നറിയാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് പാലക്കാട് ആലത്തൂരിലെ ഒരു സഹകരണ ബാങ്ക് കർഷകരിൽ നിന്നും 24 രൂപ 50 പൈസയ്ക്ക് നെല്ലെടുത്തുകൊണ്ട് ഒരു ആരംഭം നടത്തുന്നത്. ഇത് സർക്കാർ മനസ്സിലാക്കുകയും പിന്നീട് കൂടുതൽ സഹകരണ സംഘങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നെല്ല് സംഭരണം നടത്തി മില്ല് ഉടമകൾ ഉയർത്തിയിട്ടുള്ള ഈ ഒരു ഭീഷണി അത് മറികടക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. ഇന്ന് പാലക്കാട് ഈ സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക മന്ത്രിസഭയുടെ ഉപസമിതി ചർച്ച നടത്തുന്നു. ആ ചർച്ചയിലാണ് ഇപ്പോൾ നിർണായകമായിട്ടൊരു തീരുമാനം വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പാലക്കാട് 31ഓളം സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കും. അത് പിന്നീട് മില്ലുകാരുടെ കൂടി സഹായത്തോടു കൂടി അരിയാക്കി സപ്ലൈകോയിലേക്ക് എത്തിക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ മില്ലുകാരുടെ കടുംപിടുത്തങ്ങൾക്ക് മുന്നിൽ സർക്കാർ നിന്നു കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മന്ത്രിമാർ പറയുകയും ചെയ്തു. മാത്രമല്ല, ഇതുകൊണ്ട് തന്നെ കർഷകർക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാവും. ഒരാഴ്ചക്കകം തന്നെ നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് തുക കൈമാറാനുള്ള ഒരു നീക്കം ഈ പദ്ധതിയിലൂടെ സർക്കാരിന് നടത്താൻ കഴിയുമെന്നുള്ളതാണ് മന്ത്രിസഭാ ഉപസമിതി പറയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ സർക്കാർ പറയുന്ന ഈ പദ്ധതി ഇതേ രീതിയിൽ നടപ്പാവുകയാണെങ്കിൽ വലിയ സന്തോഷം എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. പക്ഷേ സഹകരണ സംഘങ്ങളെ ഒരിക്കലും ബാധിക്കാതെ അവരുടെ പ്രവർത്തനങ്ങളെ തകർക്കാത്ത രീതിയിൽ ഈ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അങ്ങനെ നടപ്പാവുകയാണെങ്കിൽ തങ്ങൾ ഇരു കൈയും നീട്ടി ഈ പദ്ധതിയെ സ്വീകരിക്കുമെന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ഏതായാലും ഉടൻ തന്നെ പോസിറ്റീവായ ഒരു കാര്യമാണ്. താങ്ക് യു ഇക്ബാൽ അറക്കൽ.